ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ജയനെയും ദേവയാനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആദർശനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. ദേവയാനെ, നീ അവനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്. അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് അവൻ നിരൂപിക്കട്ടെ. അങ്ങനെ ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും അവനെ സ്നേഹിക്കാം. അല്ലാതെ അവൻ്റെ ഭാഗത്ത് തെറ്റ് വെച്ചുകൊണ്ട് എനിക്കൊരിക്കലും അവനെ സ്നേഹിക്കാൻ പറ്റില്ല ചേട്ടാ എന്നും പറയുക. എൻ്റെ ദേവയാനെയും ഇപ്പം തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവനെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ അവനെ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല കമ്പനിയിൽ നിന്നും ഇറക്കി വിടും. ഇപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല ചേട്ടാ. കാരണം അച്ഛനിപ്പോൾ ഒരു വലിയ രോഗത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. മാറാ രോഗം പോലത്തെ ഒരു രോഗം. അങ്ങനെയുള്ളപ്പോൾ മരണത്തിലേക്ക് പോകുന്ന അച്ഛൻ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ല. എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് തീരുമാനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയായാലും എനിക്ക് അവനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നയനമോൾക്ക് മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ കഴിയൂ എന്ന് ഞാൻ അവനോട് ക്ഷമിക്കില്ല. ഞാൻ അവനെ നൊന്ത് പ്രസവിച്ച അമ്മയാണ്. ഞാനാ അവനെ വളർത്തിയത്. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും എന്നെ കുറ്റം പറയൂ. വളർത്തുദോഷം കൊണ്ടാണ് മകൻ അങ്ങനെ ആയിപ്പോയെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കൂടുതലായിട്ട് അവനെ ഇപ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ദേവയാനി, ഞാനൊരു കാര്യം പറയാം. നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകും. അവൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. പക്ഷേ എൻ്റെ മോളെ ഞാൻ എവിടേക്കും വിടില്ല. ഏത് മോളെ? എനിക്ക് ഇഷ്ടമുള്ള ഏത് മോളെ ഈ വീട്ടിലുള്ളത്? നയനമോള്. എൻ്റെ നയനമോളെ ഞാൻ എങ്ങോട്ടും വിടില്ല. ദേവയാനി, അവളെ ആദർശിൻ്റെ ഭാര്യ. അങ്ങനെയുള്ളപ്പോൾ ആദർശ് വിളിച്ച് അവൾ പോകും. നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയല്ല അവൾ ഇവിടെ വന്നത്, ആദർശിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ്. ആദർശ് കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടാണ് വന്നത്, അല്ലാതെ നീയല്ലല്ലോ. പിന്നെ എങ്ങനെ നിൻ്റെ വാക്കും കേട്ട് അവളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? മോക്ക് നിന്നേക്കാളും പ്രിയം ആദർശ് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയനെങ്ങനെ ഉപദേശിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ, അവൻ പ്രൂവ് ചെയ്യട്ടെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ സ്നേഹിക്കും എന്നും പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ജയൻ ഇങ്ങനെ ആലോചിക്കുക. ഈശ്വര, എന്തൊരു കഷ്ടം എൻ്റെ മോൻ്റെ കാര്യം. ഒരു തെറ്റും ചെയ്യാതെ അവൻ കുറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന നവ്യയാണ്. നവ്യ അഭിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എനിക്ക് ഒട്ടും ഇതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭി. ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സാണെങ്കിൽ ആകെ പെടപെടാന്ന് ഇടിക്കുക. എന്നാലും എല്ലാവരും ആദർശേട്ടനെ ഒരുപാട് വിശ്വസിച്ചു, സ്നേഹിച്ചു. പക്ഷേ ആദർശേട്ടൻ നോക്കിയേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആദർശേട്ടനോടുള്ള വിശ്വാസം എല്ലാവർക്കും കൂടുതലായിരുന്നു. ആ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മായിയും വലിയമ്മയും ചെറിയമ്മയും ഇളയമ്മയും ഒക്കെ ആദർശേട്ടനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും ചതിച്ചു കളഞ്ഞില്ല അങ്ങേര്. എന്നാലും അയാളുടെ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അയാളുടെ കരണടിച്ചിട്ട് പൊട്ടിക്കാൻ തോന്നുക. എന്തൊരു കഷ്ടമാണ് നവ്യേ. എനിക്ക് നല്ല ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ചന്തുമോള് കാരണം നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹം അവിടെയുള്ളവർക്ക് കുറയുമെന്നാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആ കുടുംബത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ കുഞ്ഞല്ലേ നമ്മുടെ കുഞ്ഞ്. ചന്തുമോള് പുറത്തുനിന്ന് വന്നവളല്ലേ? ആയിരിക്കാം. പക്ഷെ ചന്തുമോള് പുറത്തുനിന്ന് വന്നതാണെങ്കിലും ആദർശേട്ടൻ്റെ കുഞ്ഞാ. അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിനെ തള്ളി ആരും പറയില്ല. പിന്നെ തള്ളി പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ ആയിരിക്കും. അതെന്തിനാ അങ്ങനെ പറയുന്നേ? നമ്മുടെ കുഞ്ഞ് എന്ത് പഴിച്ചു? നമ്മുടെ കുഞ്ഞിനോട് സ്നേഹം കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ബി. എൻ്റെ പേടിയും ടെൻഷനൊക്കെ ഒരാളെക്കുറിച്ച് മാത്രം ഓർത്താ. എൻ്റെ അനിയത്തിയെ പാവം, അവൾ എന്തൊക്കെ സഹിക്കണം. ആദർശേട്ടനെ സഹിച്ച് അവൾ ജീവിക്കുന്നത് തന്നെ എനിക്ക് സങ്കടമുണ്ട്. അത് കേട്ടതും എന്ത് ചെയ്യാനാ? നിൻ്റെ അനിയത്തി എല്ലാം സഹിച്ചു പോകുന്നു. പക്ഷെ നീയാണെങ്കിൽ സഹിക്കുമായിരുന്നോ? പിന്നെ ഞാനായിരുന്നെങ്കിൽ കൊന്നു കളഞ്ഞാനെ ആ സ്ഥാനത്ത് ആരാണെങ്കിലും. അങ്ങനെയുള്ളപ്പോൾ എനിക്കെല്ലാം സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെയുള്ള സംഭവമൊക്കെ നടന്നെങ്കിൽ ക്ഷമിക്കില്ല. അതെൻ്റെ ഭർത്താവല്ല സ്വന്തം മകനാണെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ കടുത്ത തീരുമാനമൊക്കെ പറയുന്നത് കേട്ടത്. ഈശ്വര, ഞാനെങ്ങാനുമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നെങ്ങാനും ഇവൾ അറിഞ്ഞാൽ തീർന്നു അതോടുകൂടെ എല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ നവ്യ പറയാം, അല്ല ബി, നാളെ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. നാളെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാം അറിയും. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നയനെ ആ വീട്ടിൽ നിൽക്കാൻ അവർ സമ്മതിക്കില്ല. അതാ നല്ലത് നവ്യേ. കാരണം പാവൻ നയന ആ വീട്ടിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ നയന അവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ്. പാവം, ആര് പറഞ്ഞാലും എല്ലാം സഹിച്ചും കേട്ട് ക്ഷമിച്ച് നിൽക്കുമല്ലേ. അതിൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി അവിടെ വലിയ നല്ലവനാകാൻ ശ്രമിക്കുക. അപ്പോൾ നവ്യാണെങ്കിൽ ആലോചിക്കുക, ശരിയാ അഭി പറഞ്ഞത്. എൻ്റെ നയനയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. പാവം എൻ്റെ നയന, അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൾക്ക് ഇത്രയും വലിയൊരു ശിക്ഷ നീ കൊടുത്തത് ഭഗവാനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ
നവ്യ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ഈ സമയം അഭി ആലോചിക്കുകയാണ്, എൻ്റെ കുഞ്ഞാടിയത്, ഒരിക്കലും അത് എൻ്റെ കുഞ്ഞാണെന്ന് ആരും പറയില്ല, പറയാൻ ഞാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് തന്നെ അത് ആദർശേട്ടൻ്റെ കുഞ്ഞായി മാറിക്കഴിഞ്ഞു. ഇതേ സമയം പിന്നീട് ഇതിനെ കാണിക്കണ മധുസൂദനെ അയാൾ നടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നടന്നു വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻറ്റീനിലേക്കാണ് വരുന്നത്. മൂക്കറ്റം കള്ളും കുടിച്ച് ക്യാൻറ്റീനിലേക്ക് ആടി 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 വന്നത് നമ്മുടെ നന്ദു കാണുകയാണ്. അയാൾക്ക് ഇപ്പോൾ 4 കാലാണ്, 2 കാലിലല്ല നടന്നു വരുന്നത്. എന്തായാലും ബോധമില്ല. ആരെന്ത് ചെയ്താലും അയാൾക്ക് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ വരുന്നത് കണ്ട് നന്ദു ഹെൽമറ്റൊക്കെ ഇട്ട് വേഷം മാറി വന്നു. 4 കാലിൽ വന്ന മധുസൂദനെ ഒരൊറ്റ ചവിട്ട് മധുസൂദനൻ തെറിച്ചു പോയി അങ്ങ് വീണു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം അയാളെ എടുത്തിട്ട് ചവിട്ടി കുടഞ്ഞു. കൂമ്പിനിട്ടും മുതുകിനിട്ടും കുറേ വെച്ച് കാച്ചി. ആരാടാ നീ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനിട്ടും കിട്ടി കുറേ അടി. പക്ഷെ അതൊന്നും നന്ദു കാര്യമായിട്ട് എടുത്തില്ല. വീണ്ടും വീണ്ടും അടിച്ചു. അടിയോടടി, 1.5 അടി കിട്ടിയ മധുസൂദനൻ ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ആരും വന്നില്ല. നന്ദുവിൻ്റെ കൂട്ടുകാരി അവിടെ നിൽക്കുന്നുണ്ട്, തുഷാര. കലക്കി കൊടുക്ക്, നല്ല അടി തന്നെ കൊടുക്ക്, അവൻ തന്നതിന് ഇതൊന്നും കൊടുത്താൽ പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം നന്ദു വീണ്ടും വീണ്ടും അടിച്ചു. അതിനുശേഷം കൈ അങ്ങ് പിരിച്ച് അങ്ങോട്ട് ഓടിച്ചു. അമ്മേ എൻ്റെ കൈ എന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനൻ ഒച്ചത്തിൽ നിലവിളിച്ചു. ആ കരയുന്ന ശബ്ദം നന്ദുവിന് ഒരുപാട് ആശ്വാസമേകി. കാരണം ഒരു കാരണമില്ലാതെ, ഒരു വൈരാഗ്യവും ഇല്ലാതെ, മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാൾ ഇത്രയ്ക്കും ദേഷ്യം തന്നോട് കാണിക്കണമെങ്കിൽ അത് മനഃപൂർവ്വം ആരോ പറഞ്ഞിട്ട് തന്നെയാണെന്ന് നന്ദുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് മധുസൂദനനിട്ട് ഇരുട്ടടി കൊടുത്തത്. അടി കൊണ്ട മധുസൂദനൻ ആകെ ടെൻഷൻ അടിച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചൊക്കെ ഇങ്ങനെ കിടക്കും. അങ്ങനെ വീണ്ടും കൈയൊടിച്ച് അവിടെ കിടത്തിയിട്ട് വീണ്ടും വയറിനിട്ട് കുറേ ചവിട്ടി. എന്നിട്ട് തിരിച്ചു കിടത്തി മുതുകിനിട്ടും കൂമ്പിനിട്ടും ഒക്കെ ചവിട്ടി മാറി മാറി ചവിട്ടി മധുസൂദനനെ ആകെ ഒരവസ്ഥയാക്കി. അതിനുശേഷം വാ എന്നും പറഞ്ഞുകൊണ്ട് 2 എണ്ണം കൂടെ അങ്ങോട്ട് ഓടുക. ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ, എഴുന്നേറ്റ് പോലും വരാൻ പറ്റാതെ മധുസൂദനൻ അവിടെ കിടന്ന് നിലവിളിക്കുക. എൻ്റെ അമ്മേ, എൻ്റെ അച്ഛ, എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശം നയനയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആദർശേട്ടാ, നന്ദു എന്നെ വിളിച്ചായിരുന്നു. അവളെ പോലീസ് ക്യാമ്പിലിട്ട് ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചൊരുത്തനുണ്ടായിരുന്നു, ഒരു ട്രെയിനർ. അയാളെ അവൾ ഇട്ട് മെനിക്കുന്ന കേട്ടത്. അവളുടെ സ്വഭാവം അറിയാമല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പരമാവധി ക്ഷമിക്കും, സഹിക്കും. പക്ഷെ അവസാനം അവൾക്ക് സഹി കെടുമ്പോൾ അവളുടെ തനി സ്വരൂപം പുറത്തെടുക്കും. അത് തന്നെയാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത്. ഈശ്വര, അവൾ നേരിട്ട് ചെന്ന് അയാളെ തല്ലിയതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ രക്ഷിക്കാൻ കഴിയില്ല. നേരിട്ട് ചെന്നൊന്നും അല്ല, ഹെൽമെറ്റ് ഇട്ടാ പോയത്. പിന്നെ അടി കൊണ്ടു കഴിയുമ്പോൾ ആർക്കാണേലും മനസ്സിലാവുമല്ലോ പെണ്ണാണോ ആണാണോ അടിക്കുന്നതെന്ന്. അതുകൊണ്ട് മധുസൂദനൻ ഉറപ്പായിട്ടും പെണ്ണാണ് അടിച്ചെന്ന് വിളിച്ചു പറയും. അങ്ങനെ പറഞ്ഞ അവളെ രക്ഷിക്കാൻ ആദർശേട്ടനും ഉണ്ടാവണം എൻ്റെ കൂടെ. എന്തായാലും ഇത് കേസായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കോടതിയിൽ വെച്ച് അവസാനിപ്പിക്കണം കേട്ടോ ആദർശേട്ടാ. ശരി, അതൊക്കെ ഞാൻ ചെയ്തുതരാം, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അല്ല, ഈ വിവരം അവളിനി അനിയെ വിളിച്ചു പറയോ? ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല ആദർശേട്ടാ. കാരണം നന്ദു പരമാവധി അനിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളപ്പോൾ അവൾ ഒരിക്കലും അനിയെ വിളിക്കില്ല. പിന്നെ അവൻ വിളിക്കുമെന്നറിയില്ല. അവൻ വിളിച്ചോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ സഹി കേട്ട് ഫോൺ എടുക്കും. അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എല്ലാം കേട്ട് മിണ്ടാതിരിക്കുക, അത്രയല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന എന്തൊക്കെയായാലും നന്ദു എടുത്ത തീരുമാനം നല്ലതാ. കാരണം ഒരാളെ കൊണ്ട് ശല്യം കൂടുക, അയാൾ നമ്മളെ ശല്യം ചെയ്യുന്നത് സഹിക്കാൻ പറ്റാണ്ടായ ഉറപ്പായിട്ടും നമ്മൾ അയാൾക്കിട്ട് കൊടുത്തേ മതിയാകും. ഇല്ലെങ്കിലേ ഇതുപോലെ തലേ കയറിയിരുന്ന് നിരങ്ങും. ഇവന്മാരൊക്കെ ഇപ്പോഴേ ഒതുക്കിയാലേ നാളെ പോലീസ് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ഹെൽമെറ്റൊക്കെ ഊരി നമ്മുടെ നന്ദുവും തുഷാരെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. എന്തുമാത്രം അവനെനിക്ക് തന്നത്, എത്ര കഷ്ടപ്പാട്. ഈ ട്രെയിനിങ് തന്നെ ഇട്ടേച്ച് പോകാമല്ലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. എന്നിട്ടും അവൻ കാരണം ഒരുപാട് അനുഭവിച്ചു. എല്ലാം ഞാൻ ക്ഷമിച്ചു. പിന്നെ എനിക്ക് സഹികെട്ട് എന്തുകൊണ്ടാണെന്നറിയാമോ? അവനുമായിട്ട് എനിക്ക് യാതൊരുവിധ മുൻപരിചയമില്ല. ഞാൻ അവൻ്റെ ശത്രുവല്ല, അവൻ എൻ്റെയും. ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെ ശത്രുക്കളാവും? അങ്ങനെയുള്ളപ്പോൾ അവനെ മനഃപൂർവ്വം ആരോ ഇളക്കി വിട്ടതാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനിപ്പോൾ ഇരുട്ടടി കൊടുത്തത്. എന്തായാലും അവൻ അനുഭവിക്കട്ടെ. കൈയും കാലൊക്കെ ഒടിഞ്ഞു. ഇനി അത്ര പെട്ടെന്നൊന്നും അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കലക്കേടി, നിന്റെ അടിപൊളിയായിരുന്നു. നീ പോലീസിൽ കയറി കഴിഞ്ഞാൽ തകർക്കും. എനിക്ക് ഈ അടി കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ആസ്വദിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
നമ്മുടെ തുഷാര ഇങ്ങനെ നന്ദുവിനെ പ്രോത്സാഹിപ്പിക്കുക. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അടി കൊണ്ടു അവനിനി എഴുന്നേറ്റടക്കം കുറച്ച് ദിവസമാവും. വേറെ ട്രെയിനർ വന്ന് ട്രെയിനിങ് എടുക്കുന്നത് വരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അതിനു മുമ്പ് എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. അതൊക്കെ പറ്റൂടി. എന്തായാലും നീ അടിച്ചടിക്ക് അവൻ അത്ര പെട്ടെന്നൊന്നും എഴുന്നേറ്റ് അടക്കില്ല. എന്തായാലും ഒരു 5-6 മാസം ആവും. കയ്യും കൂടെ വളച്ച് തിരിച്ചോടിച്ചില്ലേ, അതുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് ട്രെയിനിങ് ക്ലാസ്സിൽ പോവാം. ഇനി വരുന്നത് അവനേക്കാളും വലിയ വില്ലനാണെങ്കിലോ അവനെ നമുക്ക് കൈകാര്യം ചെയ്യാം. അങ്ങനെ നാം വില്ലനായിട്ട് വരുന്നവരെല്ലാം കൈകാര്യം ചെയ്ത് നല്ലവരായിട്ട് വരുന്നവരെയൊക്കെ നമുക്ക് കൂടെ നിർത്താം. ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. നീ പേടിക്കാതെ നന്ദു. എന്തു പറ്റിയടി, നിന്റെ കഴുത്തിനൊക്കെ വേദനിക്കുന്നുണ്ടോ? അവൻ അടി കൊടുക്കുന്നതിനിടയിൽ എനിക്കും കുറേ അടി കിട്ടി. അടി കൊണ്ട് ഞാനും ആകെ ഇതായി. സാരമില്ല, എന്നാലും അവനിട്ട് കൊടുക്കാൻ പറ്റിയല്ലോ. അത്രയ്ക്കും അവനെന്നെ ആ ട്രെയിനിങ് ക്യാമ്പിലിട്ട് കഷ്ടപ്പെടുത്തി. അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടരുതല്ലോ തുഷാരെ. നന്നായിടി, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ഇത് കേസായ എന്ത് ചെയ്യും? കേസൊക്കെ ആയ ചേച്ചിയും ആദർശേട്ടനും കൂടെ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയാണ്. കനകയും ഗോവിന്ദനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും നൂലുകെട്ട് ചടങ്ങിന് ഇവിടെ വന്നവരൊക്കെ അവിടെ ഇവിടെ മുള്ളും മുനയും വെച്ചാണല്ലോ കനകയെ സംസാരിച്ചത്. എനിക്കൊന്നും പിടികിട്ടിയില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്തിനായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കറിയില്ല. എല്ലാം ആ ജലജ മനസ്സിൽ വെച്ച് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ ഞാനും ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചു. എന്ത് ചെയ്യാനാ? ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജലജയുടെ സ്വഭാവമല്ലേ. ചിലപ്പോൾ അവളത് വേണമെന്ന് വെച്ച് എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലോ. അതും ശരിയാ. നാളെ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുമല്ലോ, അപ്പം നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നവ്യ അങ്ങോട്ട് വരാം. അതെ, അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളും അഭി വലിയ കുഴപ്പക്കാരനാണ്. അഭിയെപ്പോലൊരു ഫ്രോഡ് ലോകത്ത് വേറെയില്ല. അഭിയെ നീ എന്തിനാ കല്യാണം കഴിച്ചെന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുമല്ലോ. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളെ ആ ഒരു ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, നയനയോടാണ്. ആദർശേട്ടനെ നിങ്ങൾ ഒരുപാട് പുകഴ്ത്തി. ആദർശേട്ടനെ നിങ്ങളെല്ലാവരും തലയിൽ വെച്ചുകൊണ്ട് നടന്നു. ആദർശ് മോനെ പോലൊരു മരുമകനെ കിട്ടിയതിൽ നിങ്ങൾ അഭിമാനിച്ചു. എന്നാൽ നാളെ നിങ്ങളതിന് കരയേണ്ടി വരും. പാവം എൻ്റെ അനിയത്തി എല്ലാം ഉള്ളിലൊതുക്കി വെച്ച് സഹിച്ച് ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് അവൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ മനസ്സിലടക്കി വെച്ച് ഒന്നും അറിയാത്തതുപോലെ ജീവിക്കും. അങ്ങനെയുള്ള കൂട്ടത്തിലാണ് എൻ്റെ അനിയത്തി. അതുകൊണ്ട് അവളൊന്നും എടുത്ത് പറയില്ല. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും അറിയോ ആദർശിനെ കുറിച്ച്? മോളെന്താ അവിടെ ഇവിടെ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നേ? നിൻ്റെ അമ്മായിയമ്മയോ ഭർത്താവോ നിന്നോടും എല്ലാം പറഞ്ഞായിരുന്നോ? എന്തായാലും എന്നോടെന്ത് പറഞ്ഞാലും ഞാനായിട്ടത് നിങ്ങളോട് പറയുന്നില്ല. നാളെ എന്തായാലും നിങ്ങൾ അങ്ങോട്ട് വരികയല്ലേ. അപ്പം പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നും പറയുക. അത് കേട്ടതും ഈശ്വര, വലിയ കുഴപ്പം പിടിച്ച ഇതാണോ മോളെ? കുഴപ്പം പിടിച്ച കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അത് അച്ഛനും അമ്മയും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും നയനയുടെ കാര്യം കഷ്ടം അച്ഛാ. നയന പാവമാണ് നയന. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും എല്ലാം സഹിച്ച് ക്ഷമിച്ചും ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. നയനയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. എൻ്റെ എങ്ങാനും ഭർത്താവാണത് ചെയ്തെങ്കിൽ കഴുത്ത് വെട്ടി കളഞ്ഞാനായിരുന്നു ഞാൻ. പിന്നെ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ നന്ദു ഫോൺ വിളിക്കുന്നുണ്ട്. എടുക്കും മോളെ. ഹലോ നന്ദു മോളെ. ചേച്ചി, നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു മോളെ. നന്നായിട്ട് തന്നെ നടന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ചേച്ചി നാളെ ചേച്ചി അങ്ങോട്ട് പോവുമല്ലേ? നാളെ ഞാൻ പോവാം മോളെ. ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എല്ലാവരും വരുന്നുണ്ടോ? ആദർശേട്ടനും വരുമോ? ദേ ആദർശിൻ്റെ കാര്യം മാത്രം എന്നോട് പറയരുത് മോള്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? നിങ്ങളെല്ലാവരും ആദർശേട്ടാന്ന് പറഞ്ഞ് തലയിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നതല്ലേ. ആദർശേട്ടനെ പോലൊരു അളിയനെ കിട്ടില്ല, ആദർശേട്ടനെ പോലൊരു ഭർത്താവിനെ ചേച്ചിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നില്ലേ. എന്നാലേ ഇപ്പം ആദർശിനേലും എടുക്കാൻ എൻ്റെ അഭി തന്നെയാണ്. അഭിയെ കൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അഭി മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ആദർശം അങ്ങനെയല്ല. പക്ക ക്രിമിനലാ മോളെ, പക്ക ക്രിമിനൽ. ഒട്ടും വിശ്വസിക്കാൻ പാടില്ല ആദർശിനെ എന്നൊക്കെ പറയാം. എന്താ ചേച്ചി, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അമ്മയുടെ കൊടുക്കാം. ഹലോ മോളെ, മോൾക്ക് സുഖമാണോ? എനിക്ക് സുഖം ചേച്ചി. സുഖം അമ്മേ എന്നും നമ്മുടെ നന്ദു. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു പ്രശ്നമില്ലമ്മേ. പിന്നെ ഞാനേ എൻ്റെ ട്രെയിനിങ് കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് അമ്മയച്ഛനെയും കൊണ്ടുപോകും. ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം മോളെ. ഹലോ അച്ഛാ, സുഖമാണോ അച്ഛാ? എനിക്ക് സുഖം മോളെ. മോക്കോ? എനിക്ക് സുഖം. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടോ? ഇല്ല അച്ഛാ,
ക്യാൻറ്റീൻ ഫുഡല്ലേ, അത്രയ്ക്ക് രുചിയൊന്നുമില്ല, ജോലിഭാരം കൂടുതലും ഭക്ഷണം കഴിക്കൽ കുറവൊന്നും പറയാം. മോള് ട്രെയിനിങ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോര്. ഇല്ല അച്ഛാ, ഞാൻ എങ്ങോട്ടാണ് മാറുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് അച്ഛനും അമ്മയും കൊണ്ടുപോകും. ഒന്നും വേണ്ട മോളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. അച്ഛനിപ്പോൾ ചെറിയ ജോലിയൊക്കെ ഉണ്ടല്ലോ, അച്ഛനും അമ്മയും അതൊക്കെ ചെയ്താൽ ഇവിടെ ഇങ്ങനെ ജീവിച്ചോളാം. പിന്നെ അനിയെ മോള് വിളിക്കാറുണ്ടോ? ഏയ് ഇല്ലച്ചാ. വിളിക്കണ്ട, അനിയിൽ നിന്നും കൂടുതൽ അകന്നു നിൽക്കുന്നതാ മോളെ നല്ലത് എന്നും പറയുക. ഇത് കേട്ടതും നന്ദുവിന് ഭയങ്കര സങ്കടമായി. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.